ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ കാരുണ്യ മറൈൻ ആംബുലൻസ് ബേപ്പൂർ മത്സ്യബന്ധന ഹാർബറിൽ ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. കാലാവധി കഴിഞ്ഞിട്ടും ലൈസൻസ് പുതുക്കാൻ കരാർ കമ്പനി തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ കടലിൽ വെച്ച് അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ തൊഴിലാളികൾ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് രക്ഷകരാകേണ്ടതാണ് കാരുണ്യ മറൈൻ ആംബുലൻസ്. എന്നാൽ ഇതിന്റെ ഫിറ്റ്നസ് ഇതുവരെയും പുതുക്കി നൽകിയിട്ടില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് 6 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാരുണ്യ മറൈൻ ആംബുലൻസ് 2021 ജനുവരിയിലാണ് ബേപ്പൂരിലെത്തുന്നത്. മലബാർ തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ആംബുലൻസ് കൊണ്ടുവന്നതെങ്കിലും പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യാതെ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ്. ഇതിനിടെ കഴിഞ്ഞ നവംബറിൽ ആംബുലൻസിന്റെ ഫിറ്റ്നസ് കാലാവധിയും അവസാനിച്ചു. ആംബുലൻസ് പണിമുടക്കിയെങ്കിലും താൽക്കാലിക രക്ഷാബോട്ട് സംവിധാനം പോലും ഒരുക്കാത്തതാണ് ഭീഷണിയാകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. കരാറിന് ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത് മത്സ്യത്തൊഴിലാളിക്കോ ബോട്ട് ഉടമകൾക്കോ അനുബന്ധ മത്സ്യത്തൊഴിലാളിക്കോ ഒരു ഉപകാരമില്ലാതെ ഒരു 2 ജീവൻ നമുക്ക് നഷ്ടപ്പെട്ട് നമുക്കതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും എന്തെങ്കിലും സർക്കാർ ചെയ്യാനോ പിടിക്കാനോ ഒന്നും മുമ്പോട്ട് പോയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ നിമിഷം വരെ ഒരു പെയിൻറ്റോ ഒരു രീതിയിലുള്ള സാധനവും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഒരു 5-6 ആളുകളെ തൊഴിലിനെടുത്തിട്ട് ഇവരിതിനുള്ളിൽ വരാൻ കിടന്നുറങ്ങാൻ പോവുക. എഞ്ചിൻ തകരാറിലായതോടെ ആംബുലൻസിന്റെ വേഗതയും കുറഞ്ഞു. ഇതോടെ അപകടത്തിൽപ്പെടുന്നവരെ പെട്ടെന്ന് കരയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകാനുള്ള സാധ്യതയും മങ്ങി. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഓടിയെത്തണേൽ ഒരുപാട് സമയങ്ങളെടുക്കും. ഈ സിസ്റ്റം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഈ സംഭവം. ഈ ഫ്രീസറും മറ്റു കാര്യങ്ങളെല്ലാ സമയം ഇതൊന്നും നമുക്ക് കണ്ടു. നമുക്ക് സ്പീഡാണ് വേണ്ടി. ആംബുലൻസ് ഇല്ലാത്തതിനാൽ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടക്കുന്നുണ്ടെന്ന് ചീഫ് എഞ്ചിനീയർ സുനിൽ കുമാർ പറഞ്ഞു. അശാസ്ത്രീയ ഫിഷിംഗ് എന്നുവെച്ചാൽ ലൈറ്റ് ഫിഷിംഗ്, ഡബിൾ നെറ്റ് ഫിഷിംഗ് എന്നുവെച്ചാൽ ഒരു നെറ്റിന് 2 വെസൽ വെച്ച് ഫിഷിംഗ്, അതിന് ബുൾ ട്രോളിംഗ്, അല്ലെങ്കിൽ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മത്സ്യസമ്പത്തിനെ തകർക്കുന്നതാണ്. ഇപ്പം തന്നെ ഒരുപാട് സാധനങ്ങളില്ല. ഞങ്ങൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴക്കാലം എത്തുന്നതോടെ അപകട സാധ്യതയും വർദ്ധിക്കും. അതിനു മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ തയ്യാറായിട്ടില്ലെങ്കിൽ സമര നടപടികളിലേക്ക് കടക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.